നമസ്കാരം. കെ.പി.സി.സി ഭാരവാഹി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുക്കാത്തതിൽ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരന് അമർഷം. കഴിഞ്ഞ ദിവസമായിരുന്നു കെ.പി.സി.സി ഭാരവാഹികളുടെയും ഡി.സി.സി അധ്യക്ഷന്മാരുടെയും യോഗം ഇന്ദിരാഭവനിൽ ചേർന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കാനായി സതീശൻ എത്തുകയും ചെയ്തു. എന്നാൽ പങ്കെടുക്കാതെ തിരികെ പോയി. ഇതാണ് കോൺഗ്രസിൽ പുതിയ ചർച്ചയായി മാറുന്നത്. ഉച്ചയ്ക്ക് 2:30-ക്കായിരുന്നു യോഗം നിശ്ചയിച്ചിരുന്നത്. കൃത്യസമയത്ത് സതീശൻ വന്നു. അപ്പോൾ കെ.പി.സി.സി പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹം മടങ്ങി. പക്ഷേ പിന്നീട് വന്നില്ല എന്നാണ് വസ്തുത. പി.വി. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനം അടക്കം ചർച്ച ചെയ്യാനാണ് കെ.പി.സി.സി യോഗം വിളിച്ചതെന്നാണ് സൂചന. ഈ നിർണായക യോഗമാണ് സതീശൻ ഒഴിവാക്കിയത്. കെ.പി.സി.സിയിൽ ഉച്ചയ്ക്ക് 1:30 മണിവരെ സുപ്രധാന പരിപാടികളുണ്ടായിരുന്നു. ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിനു വേണ്ടി കെ.പി.സി.സി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു അത്. പ്രവർത്തക സമിതി അംഗം എ.കെ. ആന്റണിയായിരുന്നു ഉദ്ഘാടനം. ഈ പരിപാടിയുടെ തിരക്ക് കഴിഞ്ഞ് സുധാകരൻ ഭക്ഷണം കഴിക്കാൻ ഇന്ദിരാഭവൻ വിട്ടു. 2:30-ക്ക് എത്തിയില്ല. ഈ സമയത്താണ് സതീശൻ എത്തിയത്. സുധാകരനെ കാത്തിരിക്കാൻ തയ്യാറാകാതെ സതീശൻ മടങ്ങി എന്നതാണ് വസ്തുത. പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യത്തിൽ കെ.പി.സി.സി ഭാരവാഹി യോഗം തന്നെ അപ്രസക്തമായി. നിർണായക തീരുമാനങ്ങളൊന്നും എടുത്തതുമില്ല. ഈ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ് സുധാകരന് അമർഷമായത്. കുറച്ചു സമയം പോലും കാത്തു നിൽക്കാതെ പ്രതിപക്ഷ നേതാവിന്റെ നടപടിയെ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് സുധാകരന്റെ തീരുമാനം. കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ലെന്ന ചിന്ത കോൺഗ്രസിലും സജീവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ പോലും ഇത് ബാധിക്കുമെന്നും ആശങ്ക ശക്തമാണ്. അനാവശ്യ ചർച്ചകൾ നടത്തി സമയം കളയരുതെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് എ.കെ. ആന്റണിയും നൽകിയിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾ അവസാനിപ്പിക്കണമെന്നും എടുത്തുചാട്ടം അപകടമാണെന്നും അദ്ദേഹം നേതാക്കൾക്ക് താക്കീത് നൽകി. ദേശീയ തലത്തിൽ RSSനെയും BJPയെയും നേരിടാൻ കോൺഗ്രസ് മാത്രം പോരാ, അത് മനസ്സിലാക്കിയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താനല്ല, കെ. സുധാകരനും കെ.പി.സി.സിയുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനാണ് ആദ്യം പരിശ്രമിക്കേണ്ടത്. അതിനിടയിൽ അനാവശ്യ ചർച്ചകൾ വേണ്ട. അനുഭവം പഠിപ്പിച്ചതാണ് പറയുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാമെന്നും ആന്റണി പറഞ്ഞു. കെ. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലിരിക്കെ എന്ന വിമർശനം, ഈ വിമർശനം കോൺഗ്രസ് നേതാക്കളിൽ ചലനമുണ്ടാക്കിയില്ലെന്നതാണ് കെ.പി.സി.സി യോഗവും തെളിയിക്കുന്നത്. ജയിൽ മോചിതനായ ശേഷം യു.ഡി.എഫ് മുന്നണി പ്രവേശനം സാധ്യമാക്കാനുള്ള നീക്കം അൻവർ ശക്തമാക്കിയിരുന്നു. യു.ഡി.എഫ് അധികാരത്തിൽ വരണമെന്ന് തുറന്നടിച്ച അൻവർ എല്ലാ യു.ഡി.എഫ് നേതാക്കളെയും കാണുമെന്നും തന്നെ വേണോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നും വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി ഫോണിൽ സംസാരിച്ചു. സതീശനടക്കം എല്ലാ യു.ഡി.എഫ് നേതാക്കളെയും കാണും. ഇതിന്റെ ഭാഗമായി സാദിഖ് അലി ശിഹാബ് തങ്ങളെ അൻവർ സന്ദർശിച്ചിരുന്നു. മറ്റ് യു.ഡി.എഫ് നേതാക്കളെയും നേരിട്ട് കാണാനാണ് അൻവറിന്റെ നീക്കം. യു.ഡി.എഫിൽ തനിക്കൊരു സ്ഥാനവും വേണ്ടെന്നും ഒരു പ്രവർത്തകനായാൽ മതിയെന്നുമാണ് ഏറ്റവും ഒടുവിൽ അൻവറിന്റെ വാക്കുകൾ. മുന്നണി പ്രവേശനത്തിന് യു.ഡി.എഫിന് നേരിട്ട് കത്ത് നൽകുന്ന കാര്യം പിന്നീട് പരിഗണിക്കും. മരിച്ച് കൂടെ നിൽക്കും. തന്നെ വേണോ എന്ന് യു.ഡി.എഫ് പരിശോധിക്കട്ടെ എന്നായിരുന്നു പ്രതികരണം. ഈ വിഷയത്തിൽ അൻവറിനൊപ്പം അല്ല സതീശൻ എന്ന വിലയിരുത്തലുകളും സജീവമാണ്. ഇതിനിടെയാണ് കെ.പി.സി.സി യോഗത്തിൽ സതീശൻ പങ്കെടുക്കാതെ ഇരുന്നതും.